തുളസ്ദൂരിൽ പ്രധാനമായിട്ട് 4 ബീച്ചുണ്ട്. ഡ്രീം ബീച്ച്, ബുർഗു ബീച്ച്, സൺസെറ്റ് ബീച്ച് ആൻഡ് ബിക്കിനി ബീച്ച്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ബീച്ചാണ് ഈ ഡ്രീം ബീച്ച്. സമാധാനമാണ് ഇവിടുത്തെ മെയിനും തോന്നുന്നു. മാത്രമല്ല ഈ കാണുന്ന പോലെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം പ്രൈവസി ഇവിടെ ഉണ്ട്. ഇനി സൺസെറ്റ് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വന്ന സാൻഡ് ബാഗ് കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. സാൻഡ് ബാഗിൽ നിന്നുകൊണ്ട് കടൽ 360 ഡിഗ്രി വ്യൂ കാണുന്നതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തുളസ്ദൂർ വന്നാൽ ഈ ഒരു ബീച്ച് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വേലിയേറ്റ സമയത്ത് സാൻഡ് ബാങ്കിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇവിടുത്തെ ലോക്കൽസ് ഏറ്റവും കൂടുതൽ വരുന്നൊരു ബീച്ചാണ് ഈ ബുർഗു ബീച്ച്. കാണാൻ നല്ല ഭംഗിയാണ്. ചിലപ്പോഴൊക്കെ ഇവിടെ നല്ല തിരക്കുമായിരിക്കും. എന്നാലും ഷാർക്കിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ സാധ്യത കൂടിയ ഒരു ബീച്ച് ഇവിടെയാണെന്നാണ് ലോക്കൽസ് പറയുന്നത്. ഇതൊക്കെ ഒരു ലക്കാണ് കേട്ടോ. ലക്കുണ്ടെങ്കിൽ ഇവിടെ നല്ല മറ്റ് ബീച്ചിലൊക്കെ പോയാലും ഷാർക്കിനെ കാണാൻ പറ്റും. ഈ 3 ബീച്ചാണ് തുളസ്ദൂരിലെ പബ്ലിക് ബീച്ചുകൾ. തുളസ്ദൂർ പോലുള്ള ചില ലോക്കൽ ഏരിയയിൽ ബീച്ചിൻ്റെ ഒരു പ്രത്യേക ഭാഗം ഇവർ ബിക്കിനി ബീച്ചായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഈ സ്യൂട്ട്, ബിക്കിനി ഇതൊക്കെ ധരിച്ച് പബ്ലിക് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ അനുവാദമില്ല. ഇവരുടെ ലോക്കൽ കൾച്ചറിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ. പിന്നെ റെസ്റ്റോറൻറ്റ്, കഫേ, ഗസ്റ്റ് ഹൗസ് ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളതും ബിക്കിനി ബീച്ചിൻ്റെ ഏരിയയിലാണ്. നിങ്ങൾക്ക് ഇനി മാൾഡീവിയൻ ഓതൻറ്റിക് ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ വരുന്നതാണ് കൂടുതൽ നല്ലത്. മാത്രമല്ല ബീച്ചുകളൊക്കെ ചേർന്ന് ഇതുപോലെ നല്ല കിഡിലൻ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയുള്ള ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കിഡിലൻ ഫ്രെയിംസ് ഈ ഐലൻഡിൽ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് വാ, എന്നിട്ട് കുറേ മെമ്മറീസ് ഒക്കെ തിരിച്ചു പോകും.